ശ്രീമതി ഭാഗ്യലക്ഷ്മി നമുക്കൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ഈ സമൂഹ മാധ്യമങ്ങളിൽ അധിക്ഷേപം നേരിടുന്ന എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയുള്ള തന്റെ പോരാട്ടം എന്നതാണ് നടി ഹണി റോസ് ഈ വിഷയത്തെ സമീപിച്ചപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ പറഞ്ഞ കാര്യം. ഇപ്പോൾ ജാമ്യം നിഷേധിക്കപ്പെടുന്നത് ആദ്യ പടി, അതിലൊരു വിജയം നടിക്ക് ലഭിച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തീർച്ചയായിട്ടും ജാമ്യം നിഷേധിക്കപ്പെടുന്നത് സ്ത്രീകൾക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു വലിയ സന്ദേശമാണ് കോടതി കൊടുക്കുന്നത്. ഇപ്പോ ഞാൻ അന്നൊരു പോരാട്ടം നടത്തിയപ്പോ അയാളുടെ കേസിലും ജാമ്യം നിഷേധിക്കുകയും അയാളും 15 ദിവസം അകത്ത് കിടക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകൾ എപ്പോഴും ഇത്തരത്തിലുള്ള ആക്രമണം സമൂഹ മാധ്യമങ്ങളിലൂടെ നേരിടുമ്പോൾ തളർന്നു പോവുകയും ആത്മഹത്യ ചെയ്യുകയും അല്ലെങ്കിൽ കരഞ്ഞുകൊണ്ട് വീട്ടിലിരിക്കുകയും ചെയ്യുകയല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ നമ്മൾ പോരാടണം. അതിൽ വരുന്ന റിസൾട്ട് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് രണ്ടാമത്തെ വിഷയം. പക്ഷെ നമ്മൾ പോരാടുക. സത്യത്തിൽ കോടതിയിലേക്ക് ഇയാളെ കൊണ്ടുപോകുമ്പോഴും അല്ലെങ്കിൽ കസ്റ്റഡിയിൽ എടുത്തപ്പോഴും അയാൾക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. ഞാൻ ഇതാ പോയി ഇതാ വന്നു എന്നുള്ള ഭാവത്തിൽ എനിക്കൊന്നും സംഭവിക്കില്ല, ചെയ്തത് തെറ്റുമല്ല, എനിക്ക് യാതൊരു കുറ്റബോധവുമില്ല, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് എന്തോ നാഷണൽ അവാർഡ് വാങ്ങിയിട്ട് പോകുന്ന മാതിരിയാണ് അയാൾ പോയത്. സത്യത്തിൽ അത് ഒരുപാട് സ്ത്രീകൾക്ക് ഇയാൾ പോയ പോലെ തിരിച്ചു വരുമോ എന്നുള്ളൊരു വല്ലാത്തൊരു വിഷമം എല്ലാവർക്കും ഉണ്ടായിരുന്നു, ഇൻക്ലൂഡിങ് എനിക്കും ഉണ്ടായിരുന്നു. കാരണം പണക്കാരനാണല്ലോ, പണമുണ്ടല്ലോ എന്നുള്ള. പക്ഷേ അവിടെയാണ് നമുക്ക് കോടതി തരുന്ന ഒരു ആത്മവിശ്വാസം. അതൊരു വലിയ ആത്മവിശ്വാസമാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇത് ഒരുപാട് പേർക്ക് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ ആക്രമണം നേരിടുന്ന ഒരുപാട് പേർക്ക് വലിയൊരു ആശ്വാസം തന്നെയാണ് ഈ. തീർച്ചയായും ശ്രീമതി ഭാഗ്യലക്ഷ്മി, സമൂഹ മാധ്യമങ്ങളിലൂടെ എന്തുമാകാം, എന്തും ചെയ്യാം. ഒരു മുഖം വെക്കാത്ത ID ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഐഡന്റിറ്റി വെളിപ്പെടുത്താത്ത ഒരു ID-യിൽ ഇരുന്നു കൊണ്ട് ആരെ എന്തും പറയാം എന്ന് കരുതി പ്രവർത്തിക്കുന്ന നിരവധി പേരുണ്ട്. ഇതിന്റെയൊക്കെ പിറകെ നടന്നാൽ, നീതിക്ക് വേണ്ടി പോരാടിയാൽ അത് തങ്ങളുടെ സമയനഷ്ടം എന്ന് കരുതി അവഗണിക്കുന്നവരുണ്ട്. ഇതിപ്പോൾ ഈ നടി രണ്ടും കൽപ്പിച്ച് ഇത് നേരിടാൻ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് വരുമ്പോൾ അതിൽ വ്യവസായിയായ, സമൂഹ മാധ്യമങ്ങളിൽ ഇത്രയധികം ആരാധകരും പിൻബലവുമുള്ള, എല്ലാ തരത്തിലും രാഷ്ട്രീയപരമായും ഒക്കെ പിടിപാടുള്ള ഒരു വ്യക്തി ജയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമ്പോൾ അത് ഈ കേസിൽ ഉൾപ്പെട്ടവരെ, ഇതേ പരിപാടി പലയിടങ്ങളിലും ഇരുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നവരെ ഒരു പരിധിവരെ മാറി ചിന്തിക്കാൻ വഴിവെക്കുമോ? തീർച്ചയായിട്ടും വഴിവെക്കും. കാരണം ഇത് നമ്മളെപ്പോഴും പറയല്ലോ, ഇപ്പൊ എന്റെ കേസിൽ ഒരു സാധാരണക്കാരാണ് ആയതുകൊണ്ട് അയാൾ ശിക്ഷിക്കപ്പെട്ടു എന്ന് വിമർശിച്ചവരുണ്ട്. അങ്ങനെയല്ല, സാധാരണക്കാരനാണെങ്കിലും പണക്കാരനാണെങ്കിലും കോടതിയുടെ മുമ്പിൽ വരുമ്പോൾ സമന്മാരാണ്. അവിടെ തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടാൽ കോടതി അകത്താക്കിയിരിക്കും. ഇതിൽ നോക്കൂ, ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ കോടതി എടുത്തിരിക്കുന്ന ഈ വിധി എന്ന് പറയുന്നത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു വലിയ മറുപടിയാണ്. അതായത് ഇത്രയും കാലം നിങ്ങൾ കരുതി ഒരു കമന്റ്, വെറുതെ ഒരു കമന്റ് പറഞ്ഞതിൽ എന്ത് ശിക്ഷ കിട്ടാനാണ്? ഇന്നലെ ചാനലിൽ 1-2 പേര് പറയുന്ന കേട്ടു, നാളെ കോടതിയിൽ വാദിക്കാൻ പോകുന്നത് ഇങ്ങനെയൊക്കെയാണ്, അതുകൊണ്ട് അയാൾക്കത് വലിയ ദോഷമൊന്നും ചെയ്യില്ല. അവിടെയാണ് കോടതി ഒരു മറുപടി കൊടുക്കുന്നത്. ഇനി ആരൊക്കെ ഇവിടെ വന്ന് വാദിച്ചാലും കോടതിക്ക് അത് തെറ്റ് എന്ന് തോന്നിയാൽ കോടതി ശിക്ഷിച്ചിരിക്കുമെന്ന് മാത്രമല്ല